നമസ്കാരം. ടാന പി എസ് സിയുടെ ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഈ സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ 3 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസവും കുറച്ച് വൊക്കാബുലറി വീതം പഠിച്ചിട്ട് എക്സാം ആകുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സീരീസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കുറച്ച് സിനോണിംസ് ആണ് ആദ്യം നോക്കുന്നത്. എപ്പിലോഗ് എന്ന വാക്കിൻ്റെ സിനോണിം എന്താണ്? എന്താണ് എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എപ്പിലോഗ് എന്ന് പറയുക. കൺക്ലൂഷൻ എന്നാണ് എപ്പിലോഗിൻ്റെ മീനിങ്. കൺക്ലൂഷൻ അതിൻ്റെ ആൻറ്റോണിം എന്താണ്? ഓപ്പോസിറ്റ് എന്താണ്? പ്രലോഗാണ്, ഇൻട്രൊഡക്ഷൻ. എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷനാണ്, അതായത് അവസാനം പറയുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഇൻട്രൊഡക്ഷനെയാണ് നമ്മൾ പ്രലോഗ് എന്ന് പറയുക. ഈ പ്രലോഗാണ് ഇതിൻ്റെ എപ്പിലോഗിൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നത്. അങ്ങനെയാണ് എപ്പിടഫ് എന്താണ്? എപ്പിലോഗ് പറയുമ്പോൾ എപ്പിടഫ് കൂടി ഒന്ന് പഠിച്ചു വെക്കാം. എപ്പിടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് ഓൺ എ ടോംബ് സ്റ്റോൺ, അതായത് ശവക്കല്ലറയിൽ എഴുതി വെക്കുന്നതിനാണ് എപ്പിടഫ് എന്ന് പറയുക. എന്താണ് എപ്പിടഫ്? റൈറ്റിംഗ് ഓൺ എ ടോംബ് സ്റ്റോൺ, അതായത് ശവക്കല്ലറയിൽ എഴുതി വെക്കുന്നതിനെയാണ് എപ്പിടഫ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വാക്കാണ് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ്റെ സിനോണിം എന്താണ്? അബ്സ്റ്റെയിൻ്റെ സിനോണിം റിഫ്രൈൻ എന്നാണ്. റിഫ്രൈൻ, വിട്ടു നിൽക്കുക എന്നുള്ള അർത്ഥമാണ് അബ്സ്റ്റെയിൻ ഉള്ളത്. അബ്സ്റ്റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിട്ടു നിൽക്കുക എന്നാണ്. അതിൻ്റെ സിനോണിമായിട്ട് വരുന്ന വാക്കാണ് റിഫ്രൈൻ. അപ്പോൾ അബ്സ്റ്റെയിൻ, റിഫ്രൈൻ. എപ്പിലോഗ്, കൺക്ലൂഷൻ. എപ്പിടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് ഓൺ എ ടോംബ് സ്റ്റോൺ. ഇനി ഓസ്റ്റഡ് എന്ന വാക്കിൻ്റെ സിനോണിം എന്താണ്? എക്സ്പെൽഡ് എന്നാണ്. എക്സ്പെൽഡ്, ഒഴിപ്പിക്കുക എന്നാണ് ഓസ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. എക്സ്പെൽഡ്, ഒഴിപ്പിക്കുക. ഷിവർ എന്ന വാക്കിൻ്റെ സിനോണിം എന്താണ്? ഷിവർ എന്ന് പറഞ്ഞാൽ ട്രംബിൾ എന്നാണ് മീനിങ്. ഷിവർ, ട്രംബിൾ. ഇത്രയാണ് നമ്മൾ ഇന്ന് സിനോണിമായിട്ട് നോക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ശൈലികൾ നോക്കാം, ഇഡിയംസ് നോക്കാം. അറ്റ് വൺസ് എൽബോ. എന്താണ് അറ്റ് വൺസ് എൽബോ എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം? അറ്റ് വൺസ് എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലോസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു സമ്മൺ എന്നാണ്. ഒരാളുമായിട്ട് നല്ല അടുത്ത സൗഹൃദം സ്ഥാപിക്കുന്നതിനൊക്കെയാണ് നമ്മൾ അറ്റ് വൺസ് എൽബോ എന്ന് പറയാം. മറ്റൊരാളുടെ കൈമുട്ടിൽ നിന്നൊക്കെ ഉള്ള അർത്ഥമാണല്ലോ വരുന്നത്. അതായത് അത്രയും നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ കൈമുട്ടിലൊക്കെ കയറി ഇങ്ങനെ പിടിക്കുമല്ലോ അല്ലേ. അതൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അറ്റ് വൺസ് എൽബോ. ഇനി ബ്രിങ് ടു ബുക്ക്. എന്താണ് ബ്രിങ് ടു ബുക്ക് എന്ന ശൈലിയുടെ അർത്ഥം? ഹോൾഡ് അക്കൗണ്ടബിൾ എന്നാണ്. ഹോൾഡ് അക്കൗണ്ടബിൾ എന്ന അർത്ഥമാണ് ബ്രിങ് ടു ബുക്ക്. അതായത് ബുക്കിൽ ചേർത്തി വെക്കുക. നമുക്കറിയാം, നമ്മൾ അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്കിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്ബുക്കൊക്കെ കിട്ടുമല്ലോ അല്ലേ. പിന്നെ കാര്യങ്ങളൊക്കെ പാസ്ബുക്കിൽ ചേർത്തി തരും. അപ്പോൾ ബുക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രിങ് ടു ബുക്ക്, ഹോൾഡ് അക്കൗണ്ടബിൾ. ഇന്നലെ നമ്മളൊരു ഇഡിയം പറഞ്ഞിരുന്നു, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓർമ്മ ഉണ്ടോ എന്താ അതിൻ്റെ അർത്ഥം എന്ന്? ഓർമ്മയുള്ള ആളുകൾ കമൻറ്റ് ചെയ്യാം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതൊരു സമാനമായി വരുന്ന ഒരു സംഭവമാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ബ്രിങ് ടു ബുക്ക്, ഹോൾഡ് അക്കൗണ്ടബിൾ. ഇനി മറ്റൊരു ഇഡിയമാണ് ഔട്ട് അറ്റ് എൽബോസ്. എന്താണ് ഔട്ട് അറ്റ് എൽബോസ്? ഇൻ പോവർട്ടി എന്നാണ് അർത്ഥം. ഇൻ പോവർട്ടി, ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഔട്ട് അറ്റ് എൽബോ. ഇതെങ്ങനെ ഓർത്ത് വെക്കാം? നമുക്കറിയാം, ഈ മുട്ടുകൈക്ക് താഴേക്ക് കൈയില്ലാത്ത ആളുകൾ പുവറായിരിക്കും അല്ലേ. കാരണം ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, പുവറായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വെക്കാം. ഔട്ട് അറ്റ് എൽബോസ് എന്ന് പറഞ്ഞാൽ ഇൻ പോവർട്ടിയാണ്. അടുത്തൊരു ശൈലിയാണ്, ഇഡിയമാണ് നിപ്പിഡ് ഇൻ ദ ബഡ്. എന്താണ് നിപ്പിഡ് ഇൻ ദ ബഡ്? നമ്മൾ പറയാറില്ലേ, മുളയിലെ നുള്ളിക്കളയണം, ചില ശീലങ്ങളൊക്കെ മുളയിലെ നുള്ളിക്കളയണം എന്നൊക്കെ പറയാറില്ലേ. ആ ഒരു മീനിങ്ങിൽ ഉപയോഗിക്കുന്ന വാക്കാണ് നിപ്പിഡ് ഇൻ ദ ബഡ്. ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുള എന്നൊക്കെ പറയും. നമ്മൾ ഈ പിന്നെ ഫ്ലവറൊക്കെ ഒരു മുട്ടിടുന്ന സമയമുണ്ടല്ലോ, അതിനാണല്ലോ ഈ ബഡ് എന്ന് പറയാം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്ഡ് അറ്റ് എൻ ഏർലി സ്റ്റേജ്, അതായത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം നിപ്പിഡ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ്ഡ് അറ്റ് എൻ ഏർലി സ്റ്റേജ്. നിപ്പിഡ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ്ഡ് അറ്റ് എൻ ഏർലി സ്റ്റേജ്. ഇനി മറ്റൊരു ഇഡിയമാണ് ദ ബീസ് നീസ്. എന്താണ് ദ ബീസ് നീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? എക്സ്ട്രാ ഓർഡിനറി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ദ ബീസ് നീസ്. നമുക്കറിയാമല്ലോ, തേനീച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഓർഡിനറിയാണ്. മറ്റു ഈച്ചകളെയും കൊതുകിനെയൊന്നും പോലെയല്ലല്ലോ. തേനെന്ന് പറയുന്ന വളരെ വിലപ്പെട്ട ഒരു ഔഷധം ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളാണ് തേനീച്ചകൾ എന്ന് പറയുന്നത്. അപ്പം ദ ബീസ് നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി എന്നാണ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളിന്ന് എപ്പിലോഗ് പറഞ്ഞു, കൺക്ലൂഷൻ, എപ്പിടഫ് പറഞ്ഞു, റൈറ്റിംഗ് ഓൺ എ ടോംബ് സ്റ്റോൺ,
അബ്സ്റ്റെയിൻ പറഞ്ഞു റിഫ്രെയിൻ അഥവാ വിട്ടുനിൽക്കുക, പോസ്റ്റഡ് പറഞ്ഞു എക്സ്പെൽഡ് അഥവാ ഒഴിപ്പിക്കുക, ഷിവർ പറഞ്ഞു ട്രംബിൾ, പിന്നെ അറ്റ് വൺസ് എൽബോ പറഞ്ഞു വെരി ക്ലോസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു സമ്മൺ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഇഡിയമാണ്. ബ്രിങ് ടു ബുക്ക് എന്ന് പറഞ്ഞാൽ ഹോൾഡ് അക്കൗണ്ടബിൾ, ഔട്ട് അറ്റ് എൽബോസ് ഇൻ പോവർട്ടി, നിപ്പിഡ് ഇൻ ദ ബഡ് ഡ്രോപ്ഡ് അറ്റ് എൻ ഏർലി സ്റ്റേജ്, ദ ബീസ് നീസ് എക്സ്ട്രാ ഓർഡിനറി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.